കുരിശുമായി ലയോ 14 പാപ്പ. വത്തിക്കാനിലെ വിവിധ ഭരണകേന്ദ്രങ്ങളിൽ സേവനം ചെയ്യുന്നവർക്കായി നടത്തിയ ജൂബിലി ആഘോഷം ജൂൺ മാസം 9 നടന്നു. രാവിലെ വത്തിക്കാനിലെ പോൾ 6 ശാലയിൽ വെച്ച് സിസ്റ്റർ മരിയ ഗ്ലോറിയ റിവ നൽകിയ ധ്യാന ചിന്തകൾക്ക് ശേഷം വിശ്വാസികളിൽ ഒരുവനായി ലയോ 14 പാപ്പ കുരിശു സംവഹിക്കുകയും പരിശുദ്ധ പിതാവിന് പിന്നിൽ ബാക്കിയുള്ളവർ അണിചേരുകയും ചെയ്തു. ഏകദേശം 5000-ഓളം ആളുകൾ തീർത്ഥാടനത്തിൽ സംബന്ധിച്ചു. ഒരു യുവതിയുടെ കയ്യിൽ നിന്ന് കുരിശു സ്വീകരിച്ച പരിശുദ്ധ പിതാവ് തുടർന്ന് കാൽനടയായി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ വിശുദ്ധവാതിൽ ലക്ഷ്യമാക്കി നടന്നു. പ്രോത്തോ മാർദിനികളുടെ ചത്തുരത്തിലൂടെ കടന്നുപോയ തീർത്ഥാടനം ബസിലിക്കയുടെ പടവുകൾ കയറി വിശുദ്ധവാതിലിലൂടെ പ്രവേശിക്കുകയും തുടർന്ന് അൾത്താരയിൽ എത്തിച്ചേർന്നതിനു ശേഷം വിശുദ്ധ ബലി ആരംഭിക്കുകയും ചെയ്തു. പരിശുദ്ധ സിംഹാസനത്തിലെ കർദിനാൾമാർ, ബിഷപ്പുമാർ, പുരോഹിതർ, സന്യസ്തർ, അൽമായർ എന്നിവർ തീർത്ഥാടനത്തിൽ പങ്കാളികളായി. വിശുദ്ധ ബലിയിൽ വായിച്ചു കേട്ട വചനഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ സഭയുടെ ഫലഭൂയിഷ്ഠതയുടെ മാതൃക പരിശുദ്ധ അമ്മ തന്നെയാണെന്നും അത് ലാളിത്യത്തിൽ വളർത്തുന്ന സ്നേഹത്തിലും ക്രിസ്തുവിന്റെ കുരിശിലും അടിസ്ഥാനമാക്കിയിരിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. സഭയുടെ സന്തോഷം തന്റെ മക്കളുടെ വിശുദ്ധിയിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞ പാപ്പ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്വഭാവം തന്നെ വിശുദ്ധിയായിരിക്കണമെന്നും ഓർമ്മപ്പെടുത്തി. വ്യക്തിപരമായ ജീവിതത്തിൽ എത്രമാത്രം കുരിശുകളും ത്യാഗങ്ങളും സഹിക്കുമ്പോഴും സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി തന്റെ ജോലി പരമാവധി ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് സഭയുടെ ഫലഭൂയിഷ്ഠതയ്ക്ക് സംഭാവന നൽകുന്നതെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി.